ഇതൊരു ഫെസ്റ്റിവൽ സിനിമയല്ല. ഫെസ്റ്റിവലിൽ പോയ ഒരു സിനിമ മാത്രം. തെങ്ങേറ്റം ചേച്ചിക്ക് ഒഴിച്ച് ബാക്കിയുള്ളവർക്കായിരുന്നു ചലഞ്ച്. എനിക്ക് അത്ര വലിയ ചലഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ശരിയും തെറ്റും സബ്ജക്റ്റീവ് ആണെന്നുള്ളതാണ് എന്റെ പ്രശ്നം. നമുക്ക് ഓക്കെ ആയിട്ടുള്ളത് വേറൊരാൾക്ക് ഓക്കെ ആയിരിക്കില്ല. ചിലപ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്ന സിനിമ ആയിരിക്കില്ല വേറൊരാൾ എൻജോയ് ചെയ്യുന്നത്. അത്രയും സന്തോഷത്തിലേക്കുമ്പോൾ അതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല, പക്ഷെ അതിനെപ്പറ്റി പറയണം എന്നുണ്ടാകും. ശരിക്കും എങ്ങനെയായിരുന്നു ആ ഒരു മൊമെന്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത്? ആ ഉള്ളിലെ രത്നമായിരുന്നു തീർച്ചയായിട്ടും. പക്ഷെ ഐ തിങ്ക് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ മനുഷ്യരെന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള റിലേഷൻഷിപ്സിനെ എങ്ങനെ കാണുന്നു, എങ്ങനെ ചേർത്ത് പിടിക്കുന്നു. 5 ദിവസം മുമ്പേ അവിടെ പോയി സ്ലാങ് ഒക്കെ പഠിച്ചു. വർക്കല ആ ഭാഗത്തുള്ള സ്ലാങ് ആയിരുന്നു പഠിക്കേണ്ടായിരുന്നു. ഞാൻ വർക്കലയിൽ തന്നെ പഠിച്ചത്. പക്ഷെ വർക്കലയിൽ പാലക്കാട് നിന്ന് വന്നൊരു ചേട്ടൻ ചായക്കട ഇട്ട് അയാളുടെ സ്ലാങ് ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മളറിയാത്തൊരു സ്ഥലത്ത് നടക്കുന്ന ഒരു സാധനം സോഷ്യൽ മീഡിയയിലൂടെ വരുമ്പോഴത്തേക്കും എങ്ങനെ ആൾക്കാർ അതിനെ കൺസീവ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വലിയൊരു ആസ്പെക്റ്റിനെ കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ ഈ ക്യാരക്ടർ വന്നപ്പോൾ തന്നെ ഇറ്റ് വാസ് വെരി ഭയങ്കര ഇത് ആൾക്കാരിലേക്ക് എത്തണം ഇങ്ങനത്തെ ഒരു സാധനം. ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് എന്നുള്ള സ്പേസിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതിന് ആരില്ല എന്ന് പറഞ്ഞാലും ഞാൻ ആ സ്പേസിൽ നിന്ന് മാറാൻ തയ്യാറല്ല. ബിക്കോസ് ഞാൻ എൻ്റെ വർക്ക് സ്പേസ് ഇതാണ്. ഞാൻ 15 കൊല്ലമായിട്ട് ഇവിടെ ഉള്ള ഒരാളാണ്. അതിന് മുന്നേ ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ.